ധൈര്യവാനാണ് പുലിയാന്ന് നോക്കി ഞങ്ങളുടെ ജിപ്സിയുടെ ഫ്രണ്ടിലൂടെ തൊട്ടടുത്തുകൂടെ യാതൊരു പേടിയുമില്ലാതെ കടന്നു പോകുന്ന കണ്ടോ അവൻ. ദേ അവൻ നമ്മൾ നേരെ നടന്നു വരുന്നു, നേരെ മുന്നിലേക്കാണ് നടന്നു വരുന്നത്. ഒരു നീൽഗായിനെ കില്ല് ചെയ്തിട്ടിട്ട് കടിച്ച് പറിക്കുന്നുണ്ടോ അവൻ. പിന്നെ സൂപ്പർ വിഷ്വലാന്ന് നോക്കിക്കേ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ജോലാന ലെപ്പേർഡ് പാർക്കിലാട്ടോ. നമ്മുടെ രാജസ്ഥാനിലുള്ള ജോലാന ലെപ്പേർഡ് പാർക്ക്, അത് പുലികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പാർക്കിലാണ്. സഫാരി സെൻറ്ററിലാണ്. ടൈഗർ റിസർവുകൾ പോലെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന 2016 മുതൽ ഡിസംബർ മുതൽ തുടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് ജോലാന ലെപ്പേർഡ് പാർക്ക്. ജോലാന ലെപ്പേർഡ് ഇവിടെ 40ഓളം പുലികളുണ്ടെന്ന് പറയുന്നത്, 2 കപ്സും 4-5 കപ്സും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ രാവിലത്തെ മോർണിംഗ് സഫാരിക്കാണ് വന്നത്. 6 മുതൽ 9 മണി വരെയാണ് സഫാരി ഇരിക്കുന്നത്. സഫാരിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാമൊക്കെ പറയാം. നമ്മൾ ഇവിടുന്ന് ഇത് വരുന്നത്, ഇതും 2 നമ്പറും ഏകദേശം 2 മണിക്കൂർ ഡിഫറൻസ് മാത്രമാണ് ഇവിടെയുള്ളത്. ഇതൊരു ഒരുപാട് ആൾക്കാരൊന്നും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ വന്നിട്ടില്ലാത്ത, നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ലാത്ത ഒരു ലെപ്പേർഡ് പാർക്കാണ്. അതുകൊണ്ട് ജോലാന ലെപ്പേർഡ് പാർക്ക് എന്ന് പറഞ്ഞാൽ പുലികൾക്ക് മാത്രമായിട്ടുള്ളൊരു പാർക്ക്. ഇത് ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ. 23 സ്ക്വയർ കിലോമീറ്ററോളം, 20-23 സ്ക്വയർ കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഒരു പാർക്കാണ്. ഇതിൻ്റെ അകത്ത് നീൽഗായ, ഫോക്സ്, ഹൈന, ലെപ്പേർഡ് കപ്സ്. എന്താണേലും രാജസ്ഥാനിലെ ജോലാന ലെപ്പേർഡ് പാർക്കിലേക്കുള്ള ഒരു കിടിലൻ കാഴ്ചകളാണ്, വീഡിയോയുടെ വിഷ്വൽസാണ് നമ്മൾ വരാൻ പോകുന്നത്. നമ്മളിവിടുന്ന് 2 സഫാരിയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് രാവിലെ ഇവിടെ വന്നു. അതിൻ്റെ സഫാരിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വാണ്ടർലസ് സ്റ്റോറീസിലെ നിതിനാണ് ഈ വരുന്നത്. നിതിനാണ് ഇതിന് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തൊക്കെ വന്ന് ഞങ്ങൾ നിതിനും സന്തോഷമുണ്ട് കേട്ടോ വന്നതിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. ഇത് കാർത്തിക് ബ്രോ വരുന്നു, അനൂപ് ബ്രോ വരുന്നു. കാർത്തിക് ബ്രോ. ഹായ്, കാർത്തിക് എന്നാണ് എൻ്റെ പേര്. ഞങ്ങളെല്ലാവരും ഉണ്ട്. KL13 എന്നുണ്ട് ചാനൽ. KL13 എന്ന യൂട്യൂബ് ചാനലുണ്ട്. ഗ്രീൻ ബിബിൻ ഒന്ന് ചിരിക്കാവോ? ചിരിച്ചല്ലോ. ഇതേ ഷാനാസ് ഉണ്ട്, തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. നമ്മുടെ അനന്ത് ബ്രോ ഉണ്ട്, ഫോട്ടോഗ്രാഫ്. വീഡിയോസൊക്കെ ഫോട്ടോസ് കിട്ടിയോ? എന്താണ് ഒരു സങ്കടം? ജോൺസൺ ഉണ്ട്, തലവനായ ശ്രീമാൻ മിലേഷ്. ഭയങ്കര ബോക്സ്. പിന്നെ നമ്മുടെ മുഖത്തുനിന്ന് വന്നെടുത്തോളൂ മാത്യൂസ്, ഞങ്ങളുടെ നാട്ടിൽ തൊഴിലുറക്കാരനുണ്ട് കേട്ടോ. ഹായ്. വെയിറ്റിങ്ങിൽ കയറി ഇവിടുത്തെ ഡീറ്റെയിൽസ് കാണിച്ചിട്ട് വേണം അകത്തേക്ക് പോകുവാനായിട്ട്. നമ്മുടെ സെയിം വണ്ടിയാണ്, 6 പേരുള്ള ഇതിലാണ്. ഇവിടെ നിന്നും അകത്തേക്കാണ്. അങ്ങനെ രാജസ്ഥാനിലെ ജോലാന ലെപ്പേർഡ് പാർക്കിലേക്ക് നമ്മൾ കയറി കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതിരാവിലെ. പകൽ സമയങ്ങളിൽ നല്ല ചൂടുവാണെന്നാണ് അറിയുന്നത്. മറ്റു കാടുകളെ പോലെ തന്നെ ഇവിടെയും ഇപ്പോൾ ഡ്രൈ ആണ്. പുല്ലുകളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു കിടക്കുന്നു. ജിപ്സിയിലാണ് ഞങ്ങളുടെ സഫാരി പോകുന്നത്. ഞങ്ങൾ 12 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ 6 പേര് വെച്ച് 2 ജിപ്സിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഫസ്റ്റിൽ കയറിയപ്പോൾ തന്നെ നീൽഗായ് മേലല്ലേ? മെയിലും ഫീമെയിലുമായിട്ട് നീൽഗായിൽ ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരു മൃഗമാണ് നീൽഗായ്. നീൽഗായ് ആണും പെണ്ണുമുണ്ട്. ഈ ഗ്രേ കളറിൽ കാണുന്ന ഈ കൊമ്പുള്ളതാണ് മെയിലും. ശരിക്കും മറ്റേത് മ്ലാവുകളുടെ ഷേപ്പിൽ തന്നെ കാണുന്നതാണ്, ഒരു ഓറഞ്ച് നിറത്തിൽ പോലെ കാണുന്നതാണ് ഫീമെയിൽ. ഉത്തരേന്ത്യയിൽ എല്ലായിടങ്ങളിലും തന്നെ ഇവയെ കാണാൻ നമുക്ക് സാധിക്കും കേട്ടോ.
രാവിലെ തന്നെ ജിപ്സികൾ ഓരോന്നോരോന്നായി കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു കേട്ടോ. അധികം അറിയപ്പെടാത്ത ഒരു റിസർവാണ് ഇത്. കടന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. പെണ്ണ് കിട്ടിയെന്ന് വന്ന് പറക്കുന്ന ഒരു സീനാട്ടത്. പെണ്ണ് കിട്ടി. അങ്ങനെ ലെപ്പേൻ്റെ ഒരു സൈറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞ് നല്ല സ്പീഡിൽ പറന്നു വന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടുത്തെ റാണ എന്ന് പറയുന്ന മെയിൽ പുലിയെയാണ്. ഈ ലെപ്പേഡാണ് ഈ കാട്ടിലെ രാജാവ് എന്ന് പറയാം. ഞങ്ങൾ വന്നതൊന്നും അറിയാതെ അവൻ സുഖമായി കിടന്നുറങ്ങുകയാണ്. ജിപ്സികൾ ഓരോന്നായി ഇങ്ങോട്ട് വന്നതൊന്നും അവനെ അലട്ടുന്നൊന്നുമില്ല, അവൻ അറിയുന്ന പോലുമില്ല. അവൻ സുഖമായി വയറ് നിറച്ച് ചാപ്പാടടിച്ച് കിടന്നുറങ്ങുന്ന ഒരു ലക്ഷണമാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ സാന്നിധ്യമൊന്നും അവൻ അറിഞ്ഞത് പോലുമില്ല. എന്താണേലും ഞങ്ങളിവിടെ നിന്ന് അവൻ എണീക്കുന്നവരെ നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. തൊട്ടടുക്കിൽ തന്നെയാണ് ഒരു കുളത്തിൻ്റെ സൈഡിൽ കിടന്നുറങ്ങുകയാണ് അവൻ. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൻ ജസ്റ്റ് ഒന്ന് തലപൊക്കി ഞങ്ങളുടെ നേരെ നോക്കി. എനിക്കിതൊന്നും ബാധകമല്ല എന്ന രീതിയിൽ നോക്കിയിട്ട് അതുപോലെ തന്നെ അവിടെ വീണ്ടും കിടന്നുറങ്ങി. ആ സമയത്താണ് ഇതൊന്നും അറിയാതെ ഒരു മയിൽ ആ വഴി വന്നത്. എന്താണേലും മയിൽ അതിൽ വരുമ്പോൾ അവൻ എഴുന്നേൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മയിൽ അപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ചുപോയി. മയിലിൻ്റെ സാന്നിധ്യം അവൻ തിരിച്ചറിഞ്ഞു. അവൻ ജസ്റ്റ് ഒന്ന് തലപൊട്ടി. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവനെന്താണേലും ഉറക്കത്തിൽ നിന്ന് എണീക്കുമെന്ന്. എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവൻ വീണ്ടും അവിടെ കിടന്നുറങ്ങി. പിന്നെയും ഞങ്ങളുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തി അവനൊന്ന് തിരിഞ്ഞങ്ങോട്ട് കിടന്നു, മലന്ന് തിരിഞ്ഞങ്ങോട്ട് കിടന്നു. അപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിച്ചു അവൻ എണീക്കുമെന്ന്. 5-8 ജിപ്സികൾ ചുറ്റും നിന്നിട്ടും അവനെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. അവൻ സുഖമായി ഉറങ്ങുന്നു. പുലിയുടെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതും കാത്തിരുന്ന ഞങ്ങൾ ചുറ്റുമുണ്ടായിരുന്ന പക്ഷികളെ പിടിക്കുവാൻ തീരുമാനിച്ചു. കാരണം ഇവൻ്റെ മുന്നിൽ കുറേ നേരമായി കിടക്കുന്നു, അവന് യാതൊരു അനക്കവുമില്ല. ഒരുപാട് കിളികൾ ഇവിടെ പറന്നു കിടക്കുന്നു. എങ്കിൽ പിന്നെ കുറച്ചു നേരം കിളികളെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല മുഴുത്ത സാധനം കേട്ടോ. എല്ലാവരും ലെപ്പേഡിനെ എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അതേ ഇവിടെ കിടപ്പുണ്ട്. ഒരു കൂത്താങ്ങിയുടെ ഫോട്ടോ പ്രതീക്ഷകൾ ഉണർത്തി വീണ്ടും അവൻ തല ഉയർത്തി തൻ്റെ ശരീരമാകെ ഒന്ന് നക്കിത്തോർത്തി. ഇത് കണ്ടപ്പോൾ ഞങ്ങളോർത്തു അവൻ എണീക്കുകയായിരുന്നു. അവൻ കിടന്നത്. ഏറെ നേരമായി കാത്തിരിപ്പ് തുടരുന്നു. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം പയ്യെ ഒന്ന് എണ്ണീറ്റിട്ടുണ്ട്. ഇന്നത്തെ സഫാരി മുഴുവൻ ഇവൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു. അവൻ്റെ ഒരു ആക്റ്റീവ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടോ. ഇനി എണീറ്റാലോടെ മതി.
എനിക്കിടാവേ ഇങ്ങോട്ട് നോക്കുക. ഇങ്ങോട്ട് നോക്കിയിരുന്നെങ്കിൽ നോക്കി തോർത്തി കഴിഞ്ഞ് എണീക്കുള്ളൂ. പൂച്ചയുടെ സ്വഭാവം. അങ്ങനെ ജലാനയിലെ റാണ എന്ന പുള്ളിപ്പുലിയുടെ ഫ്രണ്ടിലാണ്. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവനൊന്ന് ഉറക്കത്തിൽ നിന്നുണർന്നത്. അതിൻ്റെ ഉറക്കത്തിൽ നിന്നും നടന്ന അവൻ രൂക്ഷമായി ഞങ്ങളെ ഒന്ന് നോക്കി. അവൻ്റെ ഉറക്കത്തിൽ നിന്നും ഞങ്ങൾ എഴുന്നേൽപ്പിച്ചതിന് പോലെയുള്ള ഒരു ക്രൂരമായ നോട്ടമായിരുന്നു ഞങ്ങളുടെ നേരെ. സഫാരി ജീപ്പുകൾ ചുറ്റും കിടക്കുകയല്ലേ. അവൻ ഒരു തരി പോലും പേടിയില്ല. അവന് കടുവകളാണ് സാധാരണ ഇങ്ങനെ ഒട്ടും പേടിയില്ലാതെ നിൽക്കുന്നത്. എന്നാൽ ജലാനയിലെ ഈ റാണ എന്ന മെയിൽ ലെപ്പേഡിന് യാതൊരു പേടിയുമില്ല എന്നാണ് ഡ്രൈവർമാർ പറഞ്ഞത്. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ തന്നെ അവൻ കാടിനുള്ളിലേക്ക് കയറി മാറി. ഞങ്ങൾ പല റൂട്ടുകളിലും പോയി അവനെ കാണാൻ ശ്രമിച്ചെങ്കിലും അവൻ വീണ്ടും ഉള്ളിലേക്ക് മാറി മാറി പോവുകയാണ് ഉണ്ടായത്. അവൻ ക്രോസ് ചെയ്ത് പോകാനുള്ള ഒരു ഇതായിരുന്നു. ഞങ്ങൾ ഇപ്പുറത്തേക്ക് പോയപ്പോഴേക്കും അവിടെ താഴെ ഒരു ചെറിയ ഫ്രഞ്ച് പോലെ ഉണ്ടായിരുന്നു. അതിലിറങ്ങി നമ്മൾ സഫാരിയൊക്കെ കഴിഞ്ഞ് വന്നോട്ടോ. അപ്പോൾ നമുക്ക് സൈറ്റിംഗ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റാണ എന്ന് പറയുന്ന ജലാനയിലെ വലിയൊരു മെയിൽ ലെപ്പേഡിൻ്റെ സൈറ്റിങ്ങാണ് നമുക്ക് ലഭിച്ചത്. നമ്മളൊരു കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയ കേട്ടോ. ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ്. അവൻ ഉറക്കത്തിലായിരുന്നു. അതിനുശേഷം അവൻ അതിൽ നിന്നും എഴുന്നേറ്റ് വന്ന് കുറേ നേരം കഴിഞ്ഞാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാച്ചിലായി ക്രോസിംഗ് ആയി അതിൻ്റേതായ വണ്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് എന്നാണേലും നല്ലൊരു വിഷ്വൽസ് അവൻ്റെ ലഭിച്ചു ഞങ്ങൾക്ക്. ഇനി ഞങ്ങളിവിടെ വന്ന് പാർക്കിൽ അതിന് ശേഷം ഇവിടെ നമുക്ക് പാർക്കിൽ ഒരു അമ്പലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ അവിടം വരെ നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് നടക്കാനിരിക്കുകയാണ്. അവിടെ നീൽഗായും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പോകുന്ന വഴിക്ക് ബേഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വൈകുന്നേരം ഒരു സഫാരി കൂടി ഉണ്ട്. അതിൽ തീറ്റയുണ്ട്. നെസ്റ്റ് ആണോന്നൊരു ഡൗട്ട്. എവിടെയാണ് ഉണ്ടോ? ഏജിലാണെന്ന് പറഞ്ഞു. ഈ ട്രെയിനിൽ നോക്കാമോ? തീറ്റ അവൻ തിന്നാന്നുള്ളൂ. അതിലുണ്ട് സംഭവം. എനിക്കതിനെ കാണാനില്ലല്ലോ. നേരെ നോക്കും. എൻ്റെ കൈയുടെ നേരെ പറഞ്ഞിരിക്കുന്നത്. സഫാരി കഴിഞ്ഞ് ഞങ്ങൾ ഈ പാർക്കിനുള്ളിലുള്ള ഒരു അമ്പലമുണ്ട്. അങ്ങോട്ട് നമുക്ക് നടന്നു പോകാനുള്ള സാഹചര്യമുണ്ട്. ആ പോകുന്ന വഴിയിൽ ഒരുപാട് ബേഡ്സിൻ്റെ വീഡിയോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അണ്ണാനൊരു ബിസ്ക്കറ്റുമായി കടന്നു വരുന്ന ദൃശ്യങ്ങൾ, അതിനടുത്തേക്ക് ഒരു കിളി വരുന്ന ഒരു സുന്ദരമായ ഒരു വിഷ്വൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജലാനയിൽ വരികയാണെങ്കിൽ ഈ അമ്പലത്തിലേക്ക് സഫാരി കഴിഞ്ഞ് വന്നാൽ ഒരുപാട് ബേഡ്സിൻ്റെ ഒക്കെ വീഡിയോസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പോകുന്ന റൂട്ടിൽ പുലിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞിട്ടുണ്ട് നല്ലപോലെ. എന്നും രാത്രിയിലും പകലും എല്ലാം പുലികൾ ഇതിൽ നടക്കുന്നതാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതും ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതിൽ പോകാൻ, അമ്പലത്തിലേക്ക് പോകാൻ. ഞങ്ങൾ പോകുന്ന വഴിയിലെല്ലാം നല്ലപോലെ നല്ല പക്മാർക്കുകൾ അവൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ജ്വാലാന ലെപ്പേഡ് പാർക്കിൻ്റെ ഉള്ളിലൊരു അമ്പലമുണ്ട്. ഈ അമ്പലം വരെ നമുക്കിങ്ങനെ നടന്നു വരാൻ പറ്റും. അപ്പോൾ ഒരുപാട് ബേഡ്സിനെയൊക്കെ നമുക്ക് കിട്ടും ഇവിടെ. കാടിനുള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ബേഡ്സിൻ്റെ സൈറ്റിങ് ഒരു ഭയങ്കര രസമുള്ള കാഴ്ച കേട്ടോ.
ഒരുപാട് പല നിറത്തിലുള്ള പല വെറൈറ്റിയിലുള്ള പക്ഷികൾ. ഇവയുടെ കാഴ്ചകളെല്ലാം ക്യാമറയിലൊക്കെ പകർത്തുമ്പോൾ നല്ല ഒരു സന്തോഷം തോന്നും. അങ്ങനെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലെ ഈവനിങ് സഫാരി ആരംഭിച്ചിട്ടോ. രാവിലത്തെ സഫാരിയിൽ റാണ എന്ന മേൽ ലെപ്പേണ്ട കാഴ്ചകൾ കിട്ടിയിരുന്നെങ്കിൽ ഇനി അടുത്ത കാഴ്ചകൾക്കായി ഞങ്ങൾ വീണ്ടും ഈവനിങ് സഫാരിക്ക് പുറപ്പെട്ടു. സഫാരിക്ക് കയറിയപ്പോൾ തന്നെ മുകളിൽ ലെപ്പേണ്ട സൈറ്റിംഗ് ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഇവിടെ ഫുൾ ടൈം എടുക്കുന്ന ഒരു സഫാരി ഉണ്ട്, ഡേ ടൈം. അതുപോലെ എന്തോ ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാൻ വന്നവരാണ് പറഞ്ഞ് ലെപ്പേഡ് മേളിലുണ്ടെന്ന്. അവർ രാവിലെ മുതൽ ഈ കാടിനുള്ളിലുണ്ട്. അങ്ങനെ അവരുടെ അറിയിപ്പ് കിട്ടിയാണ് ഞങ്ങൾ ലെപ്പേഡ് മുകളിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയത്. അവിടെ ഒരു വാച്ച് ടവർ പോലെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ കരയിൽ ലെപ്പേഡ് കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചു. രാവിലത്തെ അവസ്ഥ തന്നെ ആകുമോ എന്നൊരു പേടി. ഇനി ഇവിടെ കിടന്നാൽ എത്ര നേരം ഇവൻ്റെ മുമ്പിൽ ഇരിക്കണം എന്നുള്ള ഒരു ചിന്തയും വന്നു മനസ്സിൽ. എന്നാലും അവനെ വിട്ടിട്ട് പോകുവാൻ കഴിയുന്നില്ല. സഫാരി ജീപ്പ് അവിടെ തന്നെ ഇടുവാൻ പറഞ്ഞു. കാരണം ജിപ്സിയിലായതുകൊണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ തന്നെയായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ഇവൻ്റെ വിഷ്വൽസ് തന്നെ എടുക്കുവാൻ തീരുമാനിച്ചു. ജലാന ലെപ്പേഡ് പാർക്കിൽ വന്ന് നമ്മൾ പുലിയെ കാണാനാണല്ലോ, അതുകൊണ്ട് പുലിയെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ഡ്രൈവറായ ചേട്ടൻ പറഞ്ഞു അവൻ എന്താണേലും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ആ കാണുന്ന കുളത്തിൽ വെള്ളം കുടിക്കാൻ വരുമെന്നും, കുടിക്കാൻ അതിലിപ്പോൾ ക്ലീൻ ആക്കിയിട്ടത് കൊണ്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്, വെള്ളം നിറച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്നും അവൻ താഴെ ഒരു കുളമുണ്ട്, അങ്ങോട്ട് പോകുമെന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ ഇവിടെ തന്നെ കിടക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഈവനിങ് സഫാരിയും ഇവൻ്റെ മുന്നിൽ തന്നെ കിടക്കുകയാണ്. എന്താണേലും ഒരു നല്ല വിഷ്വൽസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കി അവനെ കാണുവാൻ. അവൻ്റെ ഇരിപ്പ് ഞങ്ങളുടെ ജിപ്സിയുടെ തൊട്ട് മുന്നിൽ എന്ത് രസമായിട്ടുള്ള ഇരിപ്പാന്ന് നോക്കിയേ. അവനെ കണ്ടുകൊണ്ട് അങ്ങനെ ജിപ്സിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, വൈൽഡ് ലൈഫിന് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നപ്പോഴാണ്. കാടിനുള്ളിലേക്ക് യാത്രകളിൽ ഇങ്ങനെയുള്ള നിമിഷങ്ങളാണ് നമുക്ക് നല്ല സന്തോഷം തരുന്നത്. അങ്ങനെ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു കേട്ടോ സംഭവിച്ചത്. അവനങ്ങ് എഴുന്നേറ്റ് നീണ്ടു നിവർന്ന് ഞങ്ങളുടെ നേരെ ഒരു വരവാണ്. നടന്ന് നമ്മുടെ തൊട്ട് മുന്നിലുള്ള 10 മീറ്റർ പോലും അകലമില്ലാത്ത ആ പോണ്ടിലേക്ക് അവൻ നടന്നു വരുന്ന ആ ഒരു രംഗം എന്ത് സുന്ദരമായ നിമിഷമായിരുന്നു എന്നറിയാവോ. എന്ത് ഗാംഭീര്യമാണെന്നറിയാമോ ഇവനെ കാണുവാനായിട്ട്. സാധാരണ പുലികൾ വണ്ടിയും ആളുകളെയും കാണുമ്പോഴത്തേക്കും ഓടി മറയുന്ന ഇതാണെങ്കിൽ ഇവനാണെങ്കിൽ നമ്മുടെ നേരെ നടന്നു വരുന്നു. കടുവകളാണ് സാധാരണ ഇങ്ങനെ സഫാരി ജീപ്പുകളുണ്ടെങ്കിലും അതിൻ്റെ അടുത്തേക്ക് വന്ന് അതിൽ തന്നെ കടന്നു പോകുന്നത്. എന്നാൽ ഇവനാകട്ടെ ഇവന് യാതൊരു പേടിയുമില്ലാതെ 5-8 സഫാരി ജിപ്സികൾ കടന്ന് അതിന് നേരേക്ക് തൊട്ടടുത്തേക്ക് നടന്നു വരുന്ന ആ ഒരു വിഷ്വൽസ് പകർത്തിയിട്ടുണ്ടല്ലോ, മനസ്സങ്ങോട്ട് കൊളിർത്തു എന്ന് പറയാട്ടോ. അത്ര കിടിലൻ സീനായിരുന്നു അത്. ഡ്രൈവർ ചേട്ടന്മാർ പറഞ്ഞത് കൃത്യമായിരുന്നു. അവൻ അവിടുന്ന് എഴുന്നേറ്റ് നേരെ ആ കുളത്തിൻ്റെ അരികിൽ വന്ന് കുളത്തിൽ തലയിട്ട് വെള്ളമുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടുന്ന് നടന്നകലുന്ന സീൻ. അവിടെ വന്നിരുന്ന അവൻ ഞങ്ങളുടെ നേരെ നോക്കി. ഞാൻ ഓർത്തു അല്പനേരം അവൻ അവിടെ ആ തട്ടിൽ കിടക്കുമെന്ന്. എങ്കിലും അവൻ അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഒരു കയ്യെത്തും ദൂരത്ത് പുലിയെ കാണുവാനുണ്ടായ ആ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ കയ്യെത്തും ദൂരത്താണ് ഇപ്പോൾ ഇവനിരിക്കുന്നത്. റാണ, ജലാനയുടെ രാജാവാണ് അവൻ. അവിടെ നിന്നും ക്രോസ് ചെയ്ത് നേരെ താഴോട്ട് പോയി. ഞങ്ങൾ ജിപ്സിയുമായി താഴോട്ട് പാഞ്ഞു. അവൻ താഴെ വരുമെന്നും അതിലെ ക്രോസ് ചെയ്യുമെന്നും കൃത്യമായിരുന്നു. അങ്ങോട്ടേ പോകുള്ളൂ. നമ്മളെ ആ നേരത്തെ കണ്ടില്ലേ, അതിന് താഴേക്കോ അതിന് താഴേക്കോ കില്ലിന്റെ സൈഡ് അവിടെ ഉണ്ട്. അവൻ ആ കുന്നിറങ്ങി താഴേട്ട് വരുമ്പോൾ അവനെ ചുറ്റി മയിലുകളുടെ ഒരു കൂട്ടം അവന് ചുറ്റും കൂടി.
എങ്കിലും അവൻ്റെ അടുത്തേക്ക് കൊത്തുവാനോ ഒന്നും അവർ പോയില്ല. എങ്കിലും അവനെ പിന്തുടർന്ന് മയിലുകൾ കൂട്ടം കൂട്ടമായി അവൻ്റെ അടുത്തേക്ക് വന്നു. അവർ പേടിച്ചിട്ടാവണം, അവരെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. അവർ എന്താണെങ്കിലും ഇവൻ്റെ ചുറ്റും കൂടി ഇവനെ പ്രകോപിപ്പിക്കാനുള്ള രീതിയിൽ വട്ടം കൂടുകയാണ്. ഒരു കൂട്ടം മയിലുകളുടെ നടുവിലൂടെ അവൻ ഒരു രാജാവിനെ പോലെ എഴുന്നള്ളുന്നു. അവൻ ഞങ്ങളുടെ സഫാരി ജീപ്പിനടുത്തേക്കാണ് വരുന്നത്. ഞങ്ങൾ മുകളിൽ നിന്നും വീണ്ടും ക്രോസ് ചെയ്ത് ഇവൻ്റെ മുന്നിൽ വന്നു. അവൻ അങ്ങോട്ട് തന്നെ നടന്നെടുത്ത് ഞങ്ങൾ കിടന്ന സ്ഥലമായിരുന്നു കറക്റ്റ്. ബാക്കിയിട്ട് നമ്മൾ കിടന്നായിരുന്നു കേട്ടോ, പക്ക പ്ലേസ്. പുറമഴി കയറും. അങ്ങനെ ഞങ്ങൾ കിടന്ന ആ റോഡിലൂടെ സഫാരി ജീപ്പിനടുത്തേക്ക് അവൻ നടന്നെടുത്തു. ഈ കാട്ടിലെ രാജാവ് ഞാനാണെന്നുള്ള ഭാവമാണ് അവൻ്റെ മുഖത്ത്. യാതൊരു പേടിയോ ഭയമോ ഇല്ലാതെ അവൻ ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വെച്ച് വരുന്ന കാഴ്ച എൻ്റെ പൊന്നോ, ഒരു രക്ഷയുമില്ലായിരുന്നു കേട്ടോ. എൻ്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടികളുടെ മുന്നിലൂടെ ആണ് അവൻ കടന്നു പോകുന്നത്. കുട്ടികൾ ആകാംക്ഷയോടുകൂടി പേടിച്ച് ആണ് അവയെ നോക്കുന്നത്. എന്ത് സുന്ദരമായ ഒരു അനുഭവമായിരുന്നു ഈ കാട് യാത്രയിൽ ലഭിച്ചതെന്ന് പറയാം. എൻ്റെ പൊന്നോ, ഇതായിരുന്നു ഞങ്ങൾ കാണാൻ കൊതിച്ചതും എടുക്കാൻ കൊതിച്ചതുമായ ആ വിഷ്വൽ. അവർ വന്നില്ലടാ. ഓ ഭായ് സാബ്. അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന സഫാരി ജീപ്പിന് നടുവിലൂടെ അവൻ നടന്നു നീങ്ങുന്നു. അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കടുവകൾ നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സഫാരി ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്ന നടുവിലൂടെ ക്രോസ് ചെയ്യുന്ന റാണ എന്ന ജലാനിയിലെ രാജാവ് കൊള്ളാം, കിടിലനായിരുന്നു. ലെപ്പെടുത്തേണ്ട കില്ലിങ്ങനെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഭാഗമാണ് കാണുന്നത്. ഒരു നീൽഗായിനെ അവിടെ അടിച്ചിട്ടുണ്ട്. ഞങ്ങളെ ജിപ്സികൾ ക്രോസ് ചെയ്ത് അവൻ നേരെ പോയത് ഒരു നീൽഗായെ അവൻ കില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തേക്കാണ്. അവൻ അവയെ കടിച്ചു വലിക്കുന്ന ഒരു നിമിഷമായിരുന്നു പിന്നീട് സംഭവിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻ്ററി എടുക്കുന്നവർ ഞങ്ങൾ സഫാരി തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ കാവലായിരുന്നു. അപ്പോൾ അവർക്ക് വ്യക്തമായിരുന്നു ഈ ലെപ്പേർഡ് എന്താണേലും ഈ കില്ലിങ്ങിൻ്റെ അടുത്തേക്ക് വരുമെന്ന്. ഞങ്ങൾ സ്റ്റാർട്ടിങ് കയറിയപ്പോൾ തന്നെ അവരുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. അവർ രാവിലെ മുതൽ ഈ കാടുകളെ നോക്കിയിട്ടുന്നുണ്ട്. അവർ കറക്റ്റ് പൊസിഷൻ പിടിച്ച് ഈ കില്ലിങ്ങിൻ്റെ അടുത്തേക്ക് വരുന്ന ഡോക്യുമെൻ്ററി എടുക്കുവാനായി അവർ കാത്തിരിപ്പുണ്ടായിരുന്നു. ചാടിക്കോ. उसको बोलिए थोड़ा साइड से थोड़ा एडजस्ट करेंगे हम पीछे की तरफ. थैंक यू. ലെപ്പേർഡ് ഒരു നീൽഗായനെ കടിച്ച് പറയുകയായിട്ടായിരുന്നോ. അങ്ങനെ ജലാനയിലെ ഈവനിങ് സഫാരിക്ക് എടുക്കണമെന്ന് തന്നെ പറയാം കേട്ടോ. പൊളിച്ചു പോയി എൻ്റെ പൊന്നെ. അങ്ങനെ ജലാനയിലെ ഞങ്ങളുടെ ഈവനിങ് സഫാരി അവസാനിക്കാറായി, സമയമായി എന്ന് ഡ്രൈവർമാർ പറഞ്ഞു. ലെപ്പേർഡ് അവൻ്റെ പണികൾ തുടരുന്നു. അവൻ അവിടെ നൈൽഗായെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണേലും ഞങ്ങൾ ഇവിടുന്ന് വിട പറയുകയാണ്. ജലാനയിലെ 2 സഫാരികൾ ഞങ്ങൾ ആസ്വദിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ജലാനയിൽ വരാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് ജലാനയിലേക്കുള്ളത്. ജലാനയിൽ വന്നാൽ തൊട്ടടുത്ത് തന്നെ റൂമുകളുണ്ട്. അവിടെ ബുക്ക് ചെയ്യുക, അവിടെ നിന്ന് സഫാരി പോവുക. ഈ ജലാനയിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് രൺതംബൂരും കൂടി കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്നും അധിക ദൂരമൊന്നുമില്ല. രൺതംബൂരിന് 2 മണിക്കൂറത്തെ യാത്ര മാത്രമാണുള്ളത്. ഇത് ബുക്ക് ചെയ്യാനായിട്ട് ഇവരുടെ ഒരു ഒഫീഷ്യൽ സൈറ്റ് വഴി കയറി നിങ്ങൾ ബുക്ക് ചെയ്യുക. സഫാരിക്ക് 7,000 രൂപയാണ് ഒരു ജിപ്സിക്ക് ആകുന്നത്. ഞങ്ങൾക്കായത് ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ സഫാരി ബുക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം തേർഡ് പാർട്ടിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഏകദേശം 1,400 രൂപ വെച്ച് പെർ ഹെഡ് റേറ്റ് ഒരാൾക്ക് ഇവിടെ ആയിട്ടുണ്ട്.
രാവിലെയും വൈകുന്നേരവുമാണ് സഫാരികൾ പ്രൊവൈഡ് ചെയ്യുന്നത്. രാവിലെ 6:30 മുതലും അതുപോലെ ഈവനിങ് 4 മണി മുതലും. എന്താണേലും ഇവിടെയുള്ള ഡ്രൈവർമാർ നല്ലപോലെ നമ്മളെ കാണിച്ചു തരും. സൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നേരം നിൽക്കുകയും അതിനനുസരിച്ചൊക്കെയാണ് അവർ പോകുന്നത്. എന്താണേലും സഫാരി വ്യക്തമാണ്. ഇവിടെ ജിപ്സി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്യാൻഡർ പോലെയുള്ള ബസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ച് വരരുത്. അതുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾ 3, 4, 5 പേരായിട്ട് വരിക. അതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ കോസ്റ്റ് വളരെ കൂടുതലാകും. ജലാനയിൽ നടത്തിയ 2 സഫാരിയുടെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. രാവിലത്തെയും ഈവനിങ്ങിലെയും സഫാരികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഒന്ന് കാണേണ്ട ഒരു പാർക്ക് തന്നെയാണ് ജലാനയിലെ ലെപ്പേർഡ് പാർക്ക്. അതിനകത്ത് ചവിട്ടി എന്നിട്ട് ഇങ്ങോട്ട് നോക്കുമായിരുന്നു. പൊളിയായിരുന്നു. അങ്ങനെ നീൽഗായനെ കുറേ നേരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞങ്ങൾ മേളിൽ നിന്ന് വന്നു, താഴോട്ട് വന്നു, അതിൻ്റെ പുറകെ ഞങ്ങൾ വന്നു, ഈ കില്ലിങ്ങിൽ വന്നു. दीदी ओ दीदी तरफ ज़्यादा आएगा तो मेरे नहीं दे मिलते, थोड़ा एडजस्ट करके देख लीजिए. और कितना कैसे आप बैठो नॉर्मल. हाँ चिंता मत करो. ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് കാർ 2 റൈറ്റ് ആവും. ഫോട്ടോ കിട്ടുന്ന ഈ ജാതി തീറ്റ തന്നെ പിന്നെ എങ്ങനെ കിടന്നുറങ്ങായിരിക്കും. കറക്റ്റ് പൊസിഷനാണ്. അപ്പോൾ ഇന്നത്തെ ജലാനയിൽ നിന്നുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ കിടിലൻ കാഴ്ചകളുമായി കിടിലൻ കാടുകൾ തേടിയുള്ള യാത്രകൾ തുടരുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.